ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നോൻപ് കാലത്തിൻ്റെ ആത്മീയ പ്രയാണത്തിലാണ് നാം. മരുഭൂമിയിലെ പരീക്ഷണങ്ങൾക്ക് ശേഷം മലമുകളിലെ ദിവ്യപ്രഭ കണ്ടു തുടങ്ങുന്നു. കൂടെയുള്ളവർക്ക് ആ മഹത്വം അവിടെ നിന്ന് വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ മനുഷ്യൻ്റെ ചില ആഗ്രഹങ്ങൾക്ക് മീതെ ദൈവത്തിൻ്റെ പദ്ധതികൾ എങ്ങനെയാണ് നിവർത്തിക്കേണ്ടതെന്ന് വ്യക്തമാക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുമ്പോൾ എവിടെയായിരിക്കണം എന്ന് ദൈവം പ്രത്യേക മനുഷ്യന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചില താഴ്വാരങ്ങൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഈ മഹത്വത്തിലേക്കുള്ള പ്രവേശനങ്ങളൊക്കെ മനുഷ്യരോടൊപ്പമുള്ള ജീവിതത്തെയും സഹനങ്ങളെയും കുരിശുവഹിക്കലിനെയും ത്യാഗമനസ്സിനെയുമൊക്കെ ഒന്നുകൂടി ആഴപ്പെടുത്തുകയാണ്. ഇനി കിട്ടുവാനിരിക്കുന്ന മഹത്വത്തിന് മുമ്പിൽ കടന്നു പോകേണ്ട ജീവിതത്തിൻ്റെ സങ്കടങ്ങളുണ്ട്, ത്യാഗങ്ങളുണ്ട്. അതുകൊണ്ടാവണം ഒരു തിരുത്തൽ പോലെ പറയുന്നുണ്ട്, ആഹ്ലാദങ്ങളിലായിരിക്കുന്നത് നല്ലതാണ്, പക്ഷേ അതിനുവേണ്ടി ഒഴുക്കേണ്ട കണ്ണുനീര്, അതിനുവേണ്ടി ചെലവഴിക്കേണ്ട ത്യാഗസമയങ്ങളൊക്കെ എത്ര വലുതാണ്. ഏതൊരു വിജയവും അത് ആസ്വാദപൂരിതമാകുന്നത് അതിനുവേണ്ടി നാം പ്രവർത്തിച്ച പ്രയത്നങ്ങളുടെ ഫലം തന്നെയല്ലേ. ഒഴുക്കിയ കണ്ണുനീരും പ്രാർത്ഥിച്ച പ്രാർത്ഥനകളും അതിനുവേണ്ടി ചെയ്ത ത്യാഗവും നോമ്പുമൊക്കെ ഓരോ വിജയത്തിനും ആഗ്രഹിച്ചത് ലഭിക്കുന്ന സന്തോഷത്തിനുമൊക്കെ വല്ലാത്ത ആഴം നൽകുന്നുണ്ട്, അർത്ഥം നൽകുന്നുണ്ട്. അതുതന്നെയാണ് ഇന്ന് ക്രിസ്തുവും പറയുന്നത്. ഈ പരിശുദ്ധമായ പ്രഭ ആസ്വദിച്ച് നിൽക്കുമ്പോൾ ഇനി നാം അർത്ഥപൂരിതമായി കാണേണ്ട ഒരു ജീവിതം കൂടിയുണ്ട്. ആരാണ് ഒരു മാറ്റം ആഗ്രഹിക്കാത്തതെന്ന ചോദ്യങ്ങൾക്ക് എല്ലാ മാറ്റങ്ങൾക്കു വേണ്ടിയും നമ്മൾ സ്വയം മാറേണ്ടിയിരിക്കുന്നു. രൂപാന്തരണീകരണം അവനവനിൽ സംഭവിക്കേണ്ട മാനസാന്തരത്തിൻ്റെ പേരാണ്. ഓരോ വ്യക്തിയിലും ഉണ്ടാവേണ്ട മാറ്റത്തിൻ്റെ പേരാണ്. നമ്മളിൽ ഇനിയും സംഭവിക്കേണ്ട അനുഗ്രഹത്തിൻ്റെ പേരാണത്. ഇനി നാം തുടരേണ്ട ജീവിത പന്താവിൻ്റെ പേരാണത്. അതുതന്നെയാണ് ഈ നോമ്പുകാലത്തിൻ്റെ സവിശേഷത. ഈ പുണ്യകാലം നമ്മളിൽ രൂപപ്പെടേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഭാവങ്ങൾക്കും ചിന്തകൾക്കും മാറ്റം വരേണ്ടിയിരിക്കുന്നു. നമ്മുടെ മനസ്സിനും മനോഭാവങ്ങൾക്കും നന്മകൾ കൈവരേണ്ടിയിരിക്കുന്നു. അതിനുള്ള യാത്രയാണിത്. ആ വെളിപ്പെടുത്തലുകളൊക്കെ വ്യക്തമാകുകയാണല്ലോ. പ്രവാചകനും നിയമവുമൊക്കെ ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുന്നവൻ്റെ ജീവിതം ഇനി നമ്മുടെ ജീവിതത്തിലൂടെ തുടരേണ്ടിയിരിക്കുന്നു. നാം ഇനി കണ്ടുപഠിക്കേണ്ടതും കൊണ്ടു നടക്കേണ്ടതും ക്രിസ്തു ചൈതന്യം തന്നെയാണ്. ഇവനെൻ്റെ പ്രിയപുത്രനെന്ന് ജോർദാൻ നദിയിൽ കേട്ടതും ഇനി നാം ശ്രവിക്കേണ്ടത് എന്താണെന്നും നാം ജീവിക്കേണ്ടതെന്താണെന്നും വ്യക്തമാകുകയാണ്. ഈ കൃപകൾ അനുഭവിക്കുന്ന മനുഷ്യൻ കൃതജ്ഞതയോടെ ജീവിതത്തിൻ്റെ വഴികളിലേക്ക് ഇറങ്ങട്ടെ. കണ്ടുമുട്ടുന്നിടങ്ങളിലും ചെന്നു ചേരുന്ന വഴികളിലും ആയിരിക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ അർത്ഥപൂരിതമായ ജീവിതം, അനുഗ്രഹം പകരുന്ന ജീവിതം, സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കളായി നാം മാറപ്പെടട്ടെ. നോമ്പുകാലം അതീവമായ ത്യാഗത്തിൻ്റെ കാര്യങ്ങളല്ല ഓർമ്മപ്പെടുത്തുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നല്ല മനസ്സോടെ ചെയ്യുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. നമ്മളിലേക്ക് തന്നെ ഒന്ന് ആഴപ്പെടാൻ, ബലഹീനതകളെക്കുറിച്ച് ബോധ്യപ്പെടാൻ, ബലവാനായ ദൈവം നൽകുന്ന അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തകളുണ്ടാകുവാൻ, അങ്ങനെ വിശുദ്ധിയും വിശ്വാസവും പരിമളം പരത്തുന്ന അനുഭവങ്ങളായി രൂപപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുതന്നെയാണ് ഈ രൂപാന്തരീകരണം. ഓരോ വ്യക്തികളിലും ഈ നോമ്പുകാലം ഒരൽപ്പം ചാരം നമുക്ക് പകരുന്ന ഏറ്റവും ചാരുതാർത്ഥ്യം നിറഞ്ഞ അനുഭവങ്ങൾ ഒരഗ്നിയായി രൂപപ്പെടാൻ നമ്മളിൽ ഇടവരട്ടെ എന്ന പ്രാർത്ഥന. നമ്മളിലും ഒരു മാറ്റമുണ്ടാവട്ടെ, തിളക്കമുണ്ടാവട്ടെ, പ്രഭയുണ്ടാവട്ടെ, കൃപയുണ്ടാവട്ടെ. ആമേൻ.